ഇനി കോട്ടയം ജില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് 74.56% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടുത്തുരുത്തിയിലാണ് ഏറ്റവും കുറവും. അവിടുത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് അജിത് ബാബു പറഞ്ഞു തരും. കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായാണ് നടന്നത്. അതിരാവിലെ തന്നെ എത്തി പ്രധാനപ്പെട്ട ആളുകളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. രാവിലെ തന്നെ വലിയ ക്യൂ ആയിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി ഈ ക്യൂ കുറയുകയും ആളുകൾ കുറയുന്ന സ്ഥിതിയും ഉണ്ടായി. വൈകുന്നേരം ഇത്തരത്തിൽ വെയിൽ കുറഞ്ഞ സമയത്ത് വീണ്ടും ആളുകൾ ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മെച്ചപ്പെട്ട പോളിംഗ് ആണ് ജില്ലയിൽ ഉണ്ടായത്. പക്ഷേ കടുത്തുരുത്തിയിൽ വലിയ പോളിംഗിന്റെ കുറവുണ്ടായി എന്നുള്ളതും എടുത്തു കണ്ടതാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായി കടുത്തുരുത്തി മാറുന്ന സ്ഥിതി ഉണ്ടായി. വൈക്കത്താണ് ഏറ്റവും ഉയർന്ന പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഏതാണെങ്കിലും മെച്ചപ്പെട്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ജില്ലയിൽ നടന്നതെന്നുള്ളതാണ് പൊതുവായ വിലയിരുത്തൽ. അത് ആർക്കാണ് ഗുണകരമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിശകലനങ്ങളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. നിലവിൽ മറ്റ് സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കോട്ടയത്ത് ഉണ്ടായില്ല. വൈക്കത്ത് മൂത്തേടത്ത് കാവിൽ രാവിലെ ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അജിത്ത് ഈ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ചില തർക്കങ്ങളുണ്ടായി. LDF BJP പ്രവർത്തകർ തമ്മിലുള്ള തർക്കം ചെറിയ വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. പക്ഷേ പോലീസ് എത്തി ആ പ്രശ്നം പരിഹരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മറ്റ് രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായില്ല. സമാധാനപൂർണ്ണമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്ത്രീകളുടെ ഉൾപ്പെടെ വലിയ ക്യൂ ബൂത്തുകളിൽ കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും നിർണായകമാണ്. 5-4 എന്നുള്ള നില അത് സംസ്ഥാന രാഷ്ട്രീയത്തിന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. UDF-ന് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ വലിയ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള മുന്നേറ്റം ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF-ഉം വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിൽ വെക്കുന്നത്. മലയോര ജില്ലയായ ഇടുക്കിയിലും ഇത്തവണ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 77.15% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോയ് മോൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുത്ത ദിവസമായിരുന്നു ഇന്ന്. ശക്തമായ പോരാട്ടമാണ് ഇടുക്കി ജില്ലയിൽ എങ്ങും കണ്ടത്. അതായത് 1037 ബൂത്തുകളാണ് ഇടുക്കി ജില്ലയിൽ ആകമാനം പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ തന്നെയായെന്ന് പറഞ്ഞാലും എല്ലാ ബൂത്തുകളിലും ആദ്യ മണിക്കൂർ മുതൽ വലിയ ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ഇടുക്കിയിൽ തന്നെയായാലും ഇന്ന് 6 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 76.94% പോളിംഗ് ആണ് നടന്നത്. യന്ത്ര തകരാറ് മൂലം നേരിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് സുഗമമായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ പലയിടങ്ങളിലും സാധിച്ചു. പോളിംഗ് ശതമാനത്തിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ ഒരു വർധനവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. നമുക്കറിയാം ജില്ലയിലാകെ 8 ലക്ഷത്തിൽ പരം വോട്ടർമാരാണുള്ളത്. ഇവർക്കെല്ലാവർക്കും വേണ്ടി തന്നെയായിട്ടായാലും 1076 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഒരുക്കിയിരുന്നത്. ഇതിൽ തന്നെയായാലും തൊടുപുഴയായിരുന്നു പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അതായത് ഈ തലമുറ മാറ്റം, അതായത് PJ ജോസഫിന് ശേഷം മകൻ അപ്പു ജോൺ ജോസഫ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരുന്നു. അപ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു തൊടുപുഴ. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ഉടുമ്പൻചോലയും അതുപോലെ ദേവികുളം മണ്ഡലമാണ്. നമുക്കറിയാം ഇരട്ട വോട്ട് ഉൾപ്പെടെ മുൻപ് പല കാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ് ഈ ഉടുമ്പൻചോലയും അതുപോലെ ദേവികുളം പോലെയുള്ള മണ്ഡലങ്ങൾ. ഇവിടെ തോട്ടം തൊഴിലാളിയാണ് ഇവർക്കേറെ പല ഇടങ്ങളിൽ 2 വോട്ട് ഉണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കൊല്ലം അത് പരിഹരിക്കുകയല്ല. ഇക്കൊല്ലം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ മണ്ഡലങ്ങളിൽ തന്നെ ഉയർന്നു കേട്ടില്ല. വാശിയുള്ള പോരാട്ടം നടക്കുന്ന ഇടുക്കി മണ്ഡലത്തിലാണ് ഈ 2 മുന്നണി, അതായത് LDF-ഉം UDF-ഉം ഒരുപോലെ പ്രതീക്ഷിക്കുന്ന, ഒരുപോലെ നേട്ടം കൊയ്യാമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ വർധന ഈ മുന്നണികൾക്ക് ഏറെ ആശ്വാസമാകും. അതായത് കൂടുതൽ വോട്ടർമാർ, അതായത് ഉച്ചവരെ അല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ ഉണ്ടായ വോട്ടർമാരുടെ ഒരു തിക്കും തിരക്കുമല്ല ഉച്ചയ്ക്ക് ശേഷം ഈ പല മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. ചില സാങ്കേതികമായ തടസ്സങ്ങൾ ആദ്യഘട്ടത്തിൽ ചില വെല്ലുവിളി ഉയർത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ലാണ്ട് സുഗമമായിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയയാണ് ഇടുക്കി ജില്ലയിൽ ആകമാനം കണ്ടത്.